നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചട്ടി ഒന്ന് സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുത്തതാണിത്. 2 ചട്ടികൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമ്മൾ ചട്ടിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ തീയലാണ്. അപ്പോൾ ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ തീയൽ. അപ്പോൾ ഒരു വഴുതനങ്ങ, ഒരു കിഴങ്ങ്, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ, കിഴങ്ങൊന്ന് വേവാനുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കാം. കുട്ടികൾക്ക് തീയലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എരിവായത് കാരണം അവർക്ക് പുളിശ്ശേരി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് യോഗേട്ടാണ് എടുത്തിരിക്കുന്നത്. യോഗേട്ട് എടുത്ത് നമ്മുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി അതിൽ വെച്ചൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ തീയലിലേക്ക് ചേർത്ത് കൊടുക്കുക. തീയലിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇനി ചേർക്കേണ്ടുന്നത് നമ്മുടെ വറുത്തരച്ച അരപ്പാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ചേച്ചി റെഡിയാക്കി തന്നതാണ്. അതും ആവശ്യത്തിന് വേണ്ടുന്നത് കറിയിലേക്ക് ചേർത്ത് ഇളക്കുക. അപ്പോഴത്തേക്ക് വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടുന്നത് നമ്മുടെ പുളിശ്ശേരിയാണ്. അപ്പോൾ രണ്ടാമത്തെ ചട്ടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. എന്നിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടു. അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. ചട്ടി ചൂടാകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ 2-3 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുക. ഒരു തക്കാളി, ഒരു പച്ചമുളക്, അത് രണ്ടും കൂടെ അരിഞ്ഞ് നമ്മുടെ ഈ ഉള്ളിയിലേക്കിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിത് വഴന്ന് വന്നോളും. പിന്നെ മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവുമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന ഒരു മോരാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങ തീയൽ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല പുളിയാണിതിന് കേട്ടോ. നല്ല പുളി ചേർത്തത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ തീയൽ. പിന്നെ നമുക്ക് മോരിലേക്ക് പോകാം. അപ്പോൾ മോരിൻ്റെ സാധനങ്ങളെല്ലാം വഴന്നു വന്നു. അതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന യോഗേട്ട് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞൊന്ന് തണുത്തതിന് ശേഷം മാത്രം ലേശം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്ക തോരനാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, നമ്മുടെ കായൽ കക്ക. അപ്പോൾ അത് കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ തണുപ്പ് മാറ്റിയെടുത്തു. വേറൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ കക്കാത്തോരനിൽ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നത്. വീട്ടിൽ പണ്ട് ഇങ്ങനെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് കൊച്ചുള്ളിയല്ല, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മടിക്ക് കുറച്ച് സവാളയാണ് എടുത്തത്. കൊച്ചുള്ളി ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടിയാണ് ചേർത്തത്. ഈ കക്കയ്ക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് വിട്ട് വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇനി ചേർക്കുന്നില്ല. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കക്ക, തണുപ്പ് മാറിയിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർക്കുക. കുറച്ച് കക്കയെ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അതിപ്പോൾ 1-2 ദിവസമായിട്ടൊക്കെ എടുത്തു. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ആവിയിലിരുന്ന് നന്നായിട്ടങ്ങ് വെന്തോളും. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ വേണ്ടുന്നത് കുറച്ച് തേങ്ങയാണ്, ചിരകിയ തേങ്ങ. അപ്പോൾ തേങ്ങ കൂടി ചേർക്കുക. പണ്ട് വീട്ടിലെ സ്ഥിരം ഭക്ഷണമായിരുന്നു ഈ കക്കാത്തോരൻ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ വീട് കായൽ സൈഡിലായത് കാരണം കായലിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് കക്ക കിട്ടും. ഇപ്പോൾ ഇങ്ങനത്തെ ഫ്രഷ് കക്കയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കക്കാത്തോരനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കക്കയും റെഡിയായി.